വിഴിഞ്ഞം തുറമുഖത്ത് അദാനി പോർട്സ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡും MSC കമ്പനിയും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും കൈകോർക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇത് അദാനി കമ്പനി തന്നെയാണ് പരസ്യമാക്കിയതും വാർത്താക്കുറിപ്പിന്റെ രൂപത്തിൽ മാധ്യമങ്ങൾക്ക് നൽകിയതും. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അദാനി ഗ്രൂപ്പിന്റെ 49% ഓഹരികൾ വിഴിഞ്ഞം തുറമുഖത്തിലെ അത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ പോവുകയാണ് എന്നുള്ളത്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിക്ക് വിധേയമായിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം വിഴിഞ്ഞത്ത് കൊണ്ടുവരുന്നതിന് സഹായകരമാകുന്നു എന്ന രീതിയിൽ വലിയ ആഘോഷത്തിനും കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നു എന്ന രീതിയിൽ ആഘോഷിച്ചെടുത്തതെന്ന് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുകയായിരുന്നു. ആദ്യം CPM-ഉം ഇക്കാര്യത്തെക്കുറിച്ച് തങ്ങളുടെ നേട്ടം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിരുന്നു. ദേശാഭിമാനി കൃത്യമായിട്ട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. പിണറായി സർക്കാരിന്റെ നേട്ടമാണ് 13,000 കോടിയുടെ വിദേശ നിക്ഷേപം വിഴിഞ്ഞം തുറമുഖത്ത് വരുന്നത് എന്നത്. പക്ഷേ പിന്നീട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാടെടുക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അപ്പോഴാണ് VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്ന്. ഏറ്റവും ഒടുവിലായി അല്പസമയം മുമ്പ് അദാനി ഗ്രൂപ്പിനെ സംസ്ഥാന സർക്കാർ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചില്ല എന്നതാണ് ഈ അതൃപ്തിക്ക് കാരണം. ഇക്കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇനി ഇത്തരത്തിൽ ഒരു അനുമതി, വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള അനുമതി വേണോ എന്ന കാര്യത്തിൽ അത് പഠിക്കുന്നതിനെക്കുറിച്ചൊരു സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി പഠിച്ച് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ MS വേണുഗോപാൽ, ശ്രീ റെജിനസ് ഉണ്ണിത്താൻ, ശ്രീ രാജേഷ് ചിറപ്പാട് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ റെജിൻ S ഉണ്ണിത്താൻ, ഇക്കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണല്ലോ. ഇത്രയും വലിയ തുക 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വിഴിഞ്ഞം തുറമുഖത്ത് വരുന്നു എന്നുള്ള കാര്യം അദാനി ഗ്രൂപ്പ് പരസ്യമാക്കിയപ്പോൾ ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്നത് എന്തിനു വേണ്ടിയാണ്? സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണല്ലോ. അങ്ങനെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ഇങ്ങനെയൊരു വലിയ തീരുമാനം, അതും പരസ്യമായിട്ട്, ഇത് രഹസ്യമായിട്ട് കിട്ടിയ വിവരം കൂടിയല്ല, ഇത് പരസ്യമായിട്ട് വാർത്താക്കുറിപ്പിന്റെ രൂപത്തിൽ തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയതാണ്. നോക്കൂ, ഇതിനകത്ത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ള കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതേ ചോദ്യങ്ങൾ തന്നെ കേരള മുഖ്യമന്ത്രിയോട് ചോദിക്കുകയും അദ്ദേഹം അതിന്റെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലേക്കുള്ള അതുമായി ബന്ധപ്പെട്ട ഉത്തരം നൽകുകയും ചെയ്തു. എന്താണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് അസറ്റാണ്. ഏതാണ്ട് 600 കിലോമീറ്ററോളം കടൽ പ്രദേശങ്ങളുള്ള, കടൽ തീരങ്ങളുള്ള നമ്മുടെ കേരളം, ഏതാണ്ട് 2 തുറമുഖങ്ങളുള്ള, 17 മിനി തുറമുഖങ്ങളുള്ള, ഒരു കണ്ടെയ്നർ ടെർമിനലുള്ള ഒരു കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഈ തുറമുഖങ്ങളും തുറമുഖ പദ്ധതികളും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയൊരു വികസനം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുന്നതും അതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീർഘവീക്ഷണമുള്ള ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ മുൻ ഗവൺമെന്റ്, അതായത് പിണറായി വിജയൻ ഗവൺമെന്റിന് മുമ്പായിട്ടുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ട DPR തയ്യാറാക്കുകയും ആഗോള ടെൻഡർ വിളിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഒരു വലിയ വികസന പദ്ധതി എന്ന രീതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖ പദ്ധതി മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയും പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്ന് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിട്ട് പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായ ഒരു അനിശ്ചിതത്വം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന അദാനി കമ്പനി ഇതുമായി ബന്ധപ്പെട്ട പത്രക്കുറിപ്പ് രൂപേണ ഒരു MNC ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, MNC 49% ഷെയർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പത്രക്കുറിപ്പുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെ അനിശ്ചിതത്വം നിൽക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച അതേ ചോദ്യത്തിന് ഉത്തരം എന്ന രീതിയിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം അതിനകത്ത് 5/3 അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നമുക്ക് കേരള ഗവൺമെന്റ് അറിയാതെ ഇതുമായി ബന്ധപ്പെട്ട് ഓഹരികൾ വിൽക്കുവാനോ അല്ലെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുവാനോ ഉള്ള യാതൊരു അധികാരവും ഈ പറയുന്ന അദാനി ഗ്രൂപ്പിനോ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഇല്ല എന്നുള്ളത് അവിടെ നിൽക്കുകയാണ്. അല്ല, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അത് ശരിയാണ്, സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ പറ്റില്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അനുമതി വേണം. പക്ഷേ ഒന്നുകിൽ ഈ അനുമതിക്ക് പ്രയാസമില്ല എന്നുള്ള കാര്യം അദാനി ഗ്രൂപ്പിന് അറിയാം. കാരണം വികസനത്തിന് തടസ്സം നിൽക്കുകയില്ല, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വിദേശ നിക്ഷേപമാണ് വരുന്നത്. അതുകൊണ്ട് അവർ
ഒരു പ്രസ് റിലീസ് തയ്യാറാക്കി അറിയിക്കുന്നു. പക്ഷെ അങ്ങനെയും ആയിരിക്കില്ല. എന്തായാലും ഇതേക്കുറിച്ചുള്ള ഒരു കൂടിയാലോചന ഉണ്ടാകാതെ അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് അവർ ഒരിക്കലും ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയില്ല. സംസ്ഥാന സർക്കാരിനെ പിന്നീട് അറിയിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ പറയുന്നുണ്ട്, അനുമതി തേടിയെന്നും പറയുന്നുണ്ട്. അതാണ് ഇത് അനുമതി കൊടുക്കണോ എന്ന കാര്യം പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെയും നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പഠിച്ചതിന് ശേഷം അനുമതി കൊടുക്കാം എന്നുള്ളതാണല്ലോ. ഇതൊക്കെ കണ്ണിൽ പൊടിയിടുവാനുള്ള ഒരു കാര്യമായിട്ടേ തോന്നുകയുള്ളൂ. വിദേശ നിക്ഷേപം വരുന്നത് നല്ലതാണ്, പക്ഷേ അതിനെ ഇപ്പോൾ എതിർക്കുന്നത് ഇത് വിവാദമായതോടുകൂടിയാണല്ലോ. അത് മാത്രമല്ല, കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞ കാര്യം സൂപ്പർ ഗവൺമെന്റ് ആകേണ്ട അദാനി എന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ നിയമസഭയിൽ അദാനി ഗ്രൂപ്പ് ഇങ്ങനെ ഒരു അനുവാദം ചോദിച്ചിട്ടില്ല എന്ന് മാത്രമേ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് കെ.സി. വേണുഗോപാൽ ഒരു മുഴം കടത്തിപ്പറയുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ശ്രീ കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണത്തിലേക്ക്. അത് അദാനിയല്ലേ വ്യക്തമാക്കേണ്ടത്? അദാനിക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നി. വിഴിഞ്ഞം കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹുരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുക്കുന്ന പറഞ്ഞു. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്? കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക, വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അദാനിയാണ് അതിന് മറുപടി പറയേണ്ടത്. അതെ, സർക്കാരിൻ്റെ തീരുമാനം സർക്കാരിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളാരും അറിയില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളെ അറിയിക്കാതെയാണ് അദാനി ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് മുഖവിലക്കെടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ അദാനിക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് അങ്ങനെ എടുക്കാൻ? അദാനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? കുറുക്ക് വഴിയിലൂടെ അല്ലല്ലോ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നേടേണ്ടത്, നേരായ വഴിയിലൂടെയല്ലേ. ഇതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിനെ അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീ എം.എസ്. വേണുഗോപാൽ, ഇതൊക്കെ ഈ അണിയറയ്ക്ക് പിന്നിൽ നടക്കുന്ന നാടകങ്ങളായിട്ട് തന്നെയല്ലേ തോന്നുന്നുള്ളൂ? കാരണം ഇത് വിചിത്രമായ കാര്യമാണ്. കേസ് തന്നെ പറയുകയാണ്, ഇത് വിചിത്രമായ ഒരു കാര്യമാണ്. അദാനി ഗ്രൂപ്പ് തീരുമാനിക്കുന്നു ഞങ്ങളുടെ കൈവശമുള്ള ഓഹരിയിൽ 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്നു എന്നുള്ള കാര്യം. അത് വലിയ രീതിയിൽ അല്ലേ മാധ്യമ വാർത്തയാകുന്നു. വലിയ വിദേശ നിക്ഷേപം വിഴിഞ്ഞത്ത് വരുന്നു, വലിയ വികസനം വരുന്നു എന്ന രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷവും നിലപാട് മാറ്റിക്കൊണ്ട് ഇത് ശരിയായ നടപടിയല്ല, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ഇത് വിഴിഞ്ഞത്തെ കുത്തകയാക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുന്നു ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇപ്പോഴാണ് ഒരു അതൃപ്തിയുടെ രൂപത്തിൽ അദാനിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് മറ്റൊന്നുമല്ല, അദാനി ജൂലൈ 1-ാം തീയതി നമ്മുടെ പോർട്ട് സെക്രട്ടറിക്കും വിസിലിൻ്റെ MD-ക്കും ഈ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രപ്പോസൽ അവരിനി ചീഫ് സെക്രട്ടറിക്ക് സബ്മിറ്റ് ചെയ്യും. ചീഫ് സെക്രട്ടറിയുടെ ഇന്നലെ ചീഫ് സെക്രട്ടറി അടങ്ങിയ കമ്മിറ്റി ഇതിനെ സ്ക്രൂട്ടനി ചെയ്ത് ഇത് ക്യാബിനറ്റിൽ വെച്ച് ക്യാബിനറ്റാണ് ഇതിൽ ഉചിതമായ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് തന്നെ അദാനി പോർട്സുകാർ ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ MSCയുമായി ചേർന്ന് 13,200 കോടിയോളം വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നു. അപ്പോൾ അതിനകത്ത് സ്വാഗതം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അവരുടെയും അഭിപ്രായം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ എഗ്രിമെൻറ്റിൻ്റെ ലംഘനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതെന്തിന് അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി VD സതീശനെ പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഈ ഭഗവത്ഗീത പറയുമല്ലോ, ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട് പക്ഷേ ഭഗവാൻ ഒന്നും കാണുന്നില്ല. പക്ഷേ ആവശ്യം വരുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടും, അദ്ദേഹം ചെയ്യേണ്ടത് ചെയ്യും. അതുപോലെയാണ് VD സതീശൻ്റെ പല പ്രവർത്തനങ്ങളും നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടിട്ടുള്ളത്. അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട് പക്ഷേ ഒന്നും അറിയുന്നില്ല. പക്ഷേ സമയം വരുമ്പോൾ അദ്ദേഹം ഇതിൽ ഇടപെടുന്നില്ല എന്ന് ഭാവിക്കുകയാണല്ലോ. അല്ലാതെ പിന്നെ ഇത്ര വലിയൊരു മണ്ടത്തരം അദാനി ചെയ്യില്ലല്ലോ. കാരണം 25% കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഷെയർ എടുക്കുമ്പോൾ ആ ഷെയർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ സെബിയെ മാത്രം അറിയിച്ചാൽ, കെ.സി. വേണുഗോപാൽ പറഞ്ഞത് ശരിയാണ്, സെബിയെ മാത്രം അറിയിച്ചാൽ പോരല്ലോ. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ഇത് ലാൻഡ് ലോഡ് പോർട്ടാണ്.
PPP മോഡലിൽ നടത്തുന്ന ലാൻഡ് ലോഡ് പോർട്ടാണ്. ഇതിൻ്റെ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത് വിസിലാണ്. വിസിൽ എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇതിനകത്ത് ബാക്കി കാര്യങ്ങളിലെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അവരെ അറിയിക്കേണ്ടതാണ്. അവരെ ഇന്നലെയാണ് അറിയിച്ചത്. MD ഇന്നലെ അറിയിച്ചു. അതുപോലെ തന്നെ പോർട്ട് സെക്രട്ടറിയും ഇന്നലെ ഒരു നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കും വളരെ സാവകാശം ഇതിങ്ങനെ യാതൊരു പ്രശ്നവും കൂടാതെ മുന്നോട്ട് പോകുമെന്ന് അദാനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷനും ഇത് ആവശ്യമാണ്. വിദേശ നിക്ഷേപം വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തിൻ്റെ ഓണർഷിപ്പ് കുറച്ച് അതിനകത്ത് വരുന്നുണ്ട്. അത് രണ്ടും വേണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. RBIയുടെ പെർമിഷൻ ഒക്കെ ആവശ്യമായി വരും. അപ്പോൾ അതെല്ലാം നേടാൻ കഴിയും എന്ന് അദാനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് അദാനി ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിന് ഒരിക്കലും, ഇതൊക്കെ പറഞ്ഞാലും കേരളത്തിന് ഇതൊരിക്കലും ദോഷമല്ല കേട്ടോ. 13,000 കോടി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം ഇവിടെ നമ്മൾ 2003 മുതൽ ജിമ്മും പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ ഇവിടെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കോൺക്ലേവുകൾ നടത്തി, കോൺഫറൻസുകൾ നടത്തി. എന്നിട്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? കഴിഞ്ഞ തവണത്തെ ജിമ്മിൽ ഏതാണ്ട് 30,000 കോടി കിട്ടിയെന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞെങ്കിലും ഇവിടെ നമ്മളാരും കണ്ടില്ല. 13,000 കോടി രൂപയുടെ കാര്യം പറയുമ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനമാണ് വരുന്നത്. ആദ്യം സ്വാഗതം ചെയ്ത CPM പിന്നീട് അത് തിരുത്തി. ആദ്യം സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നേട്ടമാണ്, പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് ഈ 13,000 കോടിക്ക് പിന്നിലെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അത് തിരുത്തിക്കൊണ്ട് ഇത് കുത്തകകളെ സഹായിക്കുന്നതായി മാറും, ഇത് അദാനിക്ക് ഇല്ലേ ലാഭമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ MNC എന്ന ബഹിരാഷ്ട്ര കുത്തകയെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ പോർട്ട് ഒരു കുത്തക കമ്പനിയുടെ കീഴിൽ മാത്രമാകുന്നതിന് വേണ്ടി അല്ലെ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കും എന്നൊക്കെയാണല്ലോ ഈ ആശങ്കയായിട്ട് പറയുന്നത്. ഇതൊക്കെ പറയാൻ LDFന് എന്തെങ്കിലും ധാർമ്മിക അവകാശം? തീർച്ചയായിട്ടും ഇല്ലല്ലോ. കാരണം ഉമ്മൻചാണ്ടി ഈ പദ്ധതി കൊണ്ടുവരുന്നപ്പോൾ ഞാൻ പോർട്ട് മിനിസ്റ്ററുടെ അഡീഷണൽ വൈസ് സെക്രട്ടറി ആയിരുന്നു അന്ന്, അച്യുതാനന്ദൻ മിനിസ്റ്ററുടെ കാലത്ത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഇവിടെ ഇനാഗുറൽ അതായത് തറക്കല്ലിടിയിൽ ചടങ്ങ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിന് ഇത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഭരണം പോയി. 2011 മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ആ സർക്കാരും വളരെ താല്പര്യത്തോടു കൂടി ഈ പദ്ധതിക്ക് വേണ്ടി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത് നടന്നത്. സത്യത്തിൽ ഇത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഫെഡറേഷനുകളോട്, വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളോട്, അതുപോലെ തന്നെ ഇടവകക്കാരോട് എല്ലാം പറഞ്ഞ് വലിയ സമ്മർദ്ദം ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടത്തി, ജാഥ നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പല ഏജൻസികളെ ഒക്കെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തി. ഇത് കേരളത്തിൻ്റെ ആവശ്യമാണെന്ന് കേന്ദ്രത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് അദാനിയെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടാണ് അദ്ദേഹം ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. ഈ എഗ്രിമെൻറ്റിൽ പ്രകാരം 37% അദാനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയിൽ കുറവാണ് പോയിരിക്കുന്നത്. 28% വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടും പിന്നെ 61% സർക്കാരിൻ്റെ ഓഹരിയും കഴിഞ്ഞു. അതോ 37 ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം അതിലൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. 37% എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും 19% വരുന്നുള്ളൂ, പകുതിയേ വരുന്നുള്ളൂ. അപ്പോൾ 25% ക്രോസ് ചെയ്യുന്നില്ല. കൂടുതലാണ്. കാരണം 2,500 കോടി രൂപ, 2,497 കോടി രൂപയെ അദാനി കമ്പനി മുടക്കുന്നുള്ളൂ. പക്ഷേ വാല്യുവേഷൻ വന്നിപ്പോൾ 27,000 കോടി രൂപയായി. അതുകൊണ്ടാണല്ലോ അതിന്റെ 49% എന്ന രീതിയിൽ 13,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നടത്തുന്നത്. ശ്രീ രാജേഷ് ചിറപ്പാട്, ഇതിനകത്ത് LDFന് ഒരു അവകാശവും ഇല്ല കേട്ടോ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ. ഇപ്പോൾ MNCയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് കുത്തക കമ്പനി വരുന്നുവെന്ന്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഴിഞ്ഞത്ത് വന്ന കപ്പലുകളുടെ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ വന്നിട്ടുള്ളത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇതിൽ തടസ്സമുണ്ടാക്കുക എന്നുള്ള കാര്യം മാത്രമേ LDFന് ചെയ്യാനുള്ളൂ. ഒരു കാര്യം കൂടെ, ലോകത്തെ കപ്പൽ ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ അതിൽ 20% കാർഗോ ഡീൽ ചെയ്യുന്നത് MSC ആണ്. അപ്പോൾ ലോകത്തെ 20%. ശരി രാജേഷ്. അല്ല, ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാവിലത്തെ പത്രസമ്മേളനത്തിൽ ഈ VD സതീശൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള പല വിഷയങ്ങളിൽ, ജനവിരുദ്ധമായ വിഷയങ്ങളിൽ, ഗൂഢാലോചനയുടെ വിഷയങ്ങളിൽ, അതിലൊരു വിഷയം, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ നിങ്ങളടക്കമുള്ള പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ ഇടതുപക്ഷത്തിനോ CPMനോ ഇതിൽ അവകാശപ്പെടാനില്ല എന്ന് പറയുന്നതിൽ ആണ് എനിക്ക് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ, ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഈ വിഷയം ഉണ്ടാകുന്ന ഒരു ആശങ്കയുണ്ടല്ലോ.
മുഖ്യമന്ത്രി ഇത് അറിയുന്നില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രി അറിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആരാ? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആരാ? തുറമുഖ സെക്രട്ടറി ആരാ? ഈ സെക്രട്ടറി അറിയാതെയാണോ, രത്തൻ യു ഗേൽക്കർ എന്ന് പറയുന്ന സെക്രട്ടറി അറിയാതെയാണോ ഇത് നടന്നത്? ഇത് ആരെയാണ് അദ്ദേഹം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നത്? നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജനങ്ങളെയും ജനപ്രതിനിധികളെയും പറഞ്ഞ് പറ്റിക്കുന്ന നിലപാടുമായിട്ട് മുന്നോട്ട് പോകില്ലേ? ഇത് മനസ്സിലാക്കേണ്ടത്. അല്ല, ഇതിപ്പോൾ അറിഞ്ഞെങ്കിൽ അറിഞ്ഞെന്ന് പറയാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇവിടെ നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ. പറയാൻ അർഹരല്ലെന്ന് എങ്ങനെയാണ് രാജേഷ്, ഇക്കാര്യത്തിൽ നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ അറിഞ്ഞു എന്നാണെങ്കിൽ അറിയിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അറിഞ്ഞെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത്രയും നേരം പ്രതിപക്ഷ നേതാവ് രാവിലെ വ്യക്തമാക്കി. നമ്മൾ ഈ ചർച്ചയിൽ പ്രധാന ഉന്നം എന്താണ്? കേരള സർക്കാർ ഈ ഡീൽ അറിയണ്ടേ? സർക്കാരിന്റെ മുൻകൂട്ടിൽ അനുവാദമില്ലാതെ എങ്ങനെയാണ് 49% എന്ന് പറഞ്ഞാൽ പകുതി തന്നെയാണ് 49%. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന് ശേഷം ഇടപെട്ടാൽ നന്നാവും. അപ്പോൾ 49% എന്ന് പറഞ്ഞാൽ 50%, 49% ഓഹരി ഒരു മെഡിറ്ററേനിയൻ കമ്പനിക്ക്, പ്രധാനപ്പെട്ട ഷിപ്പിംഗ് വ്യവസായത്തിലെ മെഡിറ്ററേനിയൻ കമ്പനിക്ക് കൊടുക്കുകയാണ്. MSCക്ക് കൊടുക്കുന്നു. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണെന്നുള്ളത്. അല്ലാതെ MSC ഇവിടെ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതല്ല, ഇതൊരു കുത്തകയായി മാറുന്നു. ഇതിൽ ഗവൺമെന്റിന് ഒരു പങ്കുമില്ലേ? ഗവൺമെന്റ് അല്ലേ ഇതിൻ്റെ അകത്ത് 70% പിന്നെ പണവും ഭൂമിയും നൽകിയത്? അപ്പം VD സതീശൻ ഗവൺമെന്റിന്റെ നിലപാടെന്താ? ഒരു സഹായകൻ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ, ഇത്രയേ ഉള്ളൂ ഗവൺമെന്റ് എന്നാ പറയുന്നത്. അങ്ങനെയാണോ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ നിൽക്കുന്നത്? അല്ലല്ലോ. 5554 കോടി രൂപയാണ് ഗവൺമെന്റ് മുടക്കിയിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ഇത് മാത്രമല്ല, ഇത് ദൂരവ്യാപകമായി രാജ്യസുരക്ഷയടക്കം ബാധിക്കുന്നൊരു, അതായത് ലോകത്തിലെ ഏഷ്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട തുറമുഖമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിഴിഞ്ഞം. അത്ര തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണത്, അല്ലേ? അപ്പം അവിടെ നമ്മുടെ കേരള ഗവൺമെന്റിന് ഇത് ഒന്നും അറിയില്ല. മുഖ്യമന്ത്രി പറയുന്നത് എനിക്കിതൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? എങ്ങനെയാണ് എന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഈ 49% ഓഹരി 13,220 കോടി ഉറുപ്പിക്ക് മറിച്ച് ഓഹരി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഗവൺമെൻറ് 70%-ഓളം ഇതിനകത്ത് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായിട്ടുള്ള ഗവൺമെൻറ് ഇത് അറിയുന്നില്ല. തുറമുഖ സെക്രട്ടറിക്ക് ഇത് അറിയാതെയാണോ പോകുന്നത്? മുഖ്യമന്ത്രി ഇത് അറിയാതെയാണോ പോകുന്നത്? കൃത്യമായിട്ടും ഈ അറിവുണ്ട്. ഇത് ആളുകളെ നിയമസഭയ്ക്കകത്തും പുറത്തും ആളുകളെ, ജനങ്ങളെ പറ്റിക്കുകയാണ്, നുണ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു. ശരി രാജേഷ്. ശ്രീ ഉല്ലാസ് ബാബു, ഇങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്കുമുണ്ടോ? ഇതിലിപ്പോൾ എന്തായാലും ഇത് നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി വേണം ഓഹരി കൈമാറ്റത്തിന്. അതിപ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിച്ചെന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ മുഖ്യമന്ത്രി മനഃപൂർവ്വം ഇക്കാര്യത്തിൽ നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നുണ പറയുന്നതായിട്ട് നമുക്ക് ആരോപിക്കുമ്പോഴും അതിനൊരു ലോജിക്ക് വേണമല്ലോ. 3 കാര്യങ്ങളുണ്ട് മഞ്ജുഷ്. ഇപ്പൊ ഇതില് പാനലിസ്റ്റുകളായിട്ടിരിക്കുന്ന ആളുകൾ, അതിൽ ഒരാളിപ്പോ ഇടതുപക്ഷത്തിന്റെ ശൈലിയിൽ സംസാരിച്ച അദ്ദേഹം, എനിക്ക് പേര് ഇതിൽ കാണുന്നില്ല, അതുകൊണ്ടാണ്. രാജേഷ് ജി, ഇതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. 2, ഇതിനകത്തൊരു വികസന ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമുണ്ട്. 3-മത്തത്, ഇതിനകത്തൊരു കച്ചവടമുണ്ട്. ഈ 3 കാര്യങ്ങളാണല്ലോ നമ്മൾ ജനുവനായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, 49% എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ 50% തന്നെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദാനി ഗ്രൂപ്പിനുണ്ടായിരുന്ന ഓഹരിയിലെ 49% എന്നുള്ളതാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. നമ്മളെല്ലാവരും ഈ വിഷയത്തെ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ 49% അവർ കൈമാറുന്നത്. 2, അത് കൈമാറാൻ അദാനിക്ക് എന്താണ് യോഗ്യത? അദാനി ആരാണെന്ന് ഞാൻ അദാനിയുടെ വക്താവൊന്നുമല്ല കേട്ടോ, ഇനിയിപ്പോൾ അതും കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താണ് യോഗ്യത എന്ന് KC വേണുഗോപാൽ അടക്കം, അല്ലെങ്കിൽ എനിക്ക് മുന്നേ സംസാരിച്ച രാജേഷ് ജി അടക്കം സംസാരിച്ചു. സാർ, ഞാൻ ചോദിച്ചോട്ടെ, 2015 ഓഗസ്റ്റ് 17 ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടുന്ന സമയത്തും അതിന് മുൻപായിട്ട് ഇതിൻ്റെ തുടക്കം ഉണ്ടായപ്പോൾ, ഇതിന് ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്തുമൊക്കെ നിങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് സർക്കാർ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ. ആ കണ്ടീഷൻസ് പ്രകാരം ഈ ഓഹരി അദാനിക്ക് വിൽക്കാനുള്ള അവകാശം ഇതിനകത്തുണ്ടല്ലോ. 2-മത്തെ കാര്യം, നിങ്ങൾ പറയണ 13,000 കോടി രൂപക്ക്. നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ മഞ്ജുഷ് സംസാരിച്ചപ്പോൾ 2,500 കോടി രൂപ, അതിൽ അല്പം കുറവുണ്ടായിരിക്കാം. അത്ര കോടി രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ എന്ന് പറയപ്പെടുന്നത് ഇന്ന് എത്രയാണ്? ആ വാല്യൂവിൻ്റെ 49% ആണല്ലോ 13,000 കോടി രൂപയ്ക്ക് അവർ കൈമാറിയിട്ടുള്ളൂ, കൊടുക്കുമെന്ന് പറയുന്നത്.
അപ്പോൾ അതനുസരിച്ച് തന്നെ ഈ മേഖലയുടെ വരുമാന സ്രോതസ്സിൻ്റെ അപ്പുറത്ത് തന്നെ അതിൻ്റെ മൂല്യം എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായി വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നത് ഭാവി കേരളത്തിന് ഗുണകരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, 100ാമത്തെ കപ്പലും വന്നതായിട്ട് നമ്മൾ ആഘോഷിച്ച ചരിത്രവും നമുക്കെല്ലാവർക്കും അറിയാം. 3, അവരുടെ ഇതിൽ ഞാൻ കണ്ടത് നിക്ഷേപം നിയമാനുസൃതമായ അനുമതികൾക്കും നിയന്ത്രണ അനുമതികൾക്കും വിധേയമാണ്. അത് സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ, ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയെ പ്രതിനിധീകരിച്ച് ഗവർണറെ പ്രതിനിധീകരിച്ച് അന്നത്തെ സെക്രട്ടറി ഒപ്പിട്ടിട്ടുള്ള പ്രകാരമുള്ള കാര്യത്തിൽ 25% കൂടുതൽ കൈമാറുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഉടമസ്ഥാവകാശത്തിലേക്ക് വരുമെന്നുള്ളത് കൊണ്ട് പ്രയർ പെർമിഷൻ നിർബന്ധമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം തന്നെയാണ് പോകാൻ പറ്റുള്ളൂ. എനിക്ക് മുമ്പ് ആദ്യം സംസാരിച്ച ബഹുമാനായിട്ടുള്ള സാറ് പറഞ്ഞ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാം അറിയുന്നുണ്ട്, പക്ഷേ എല്ലാം അദ്ദേഹം വേണ്ട സമയത്തെ അവതരിക്കുള്ളൂ. സാർ, ഇതിനകത്തൊരു രാഷ്ട്രീയം എന്നത് പറഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും 3 പേരും തമ്മിലുള്ള ഈ മുപ്പളമ തർക്കത്തിൽ കേരളത്തിൻ്റെ ജനങ്ങളെ വിദ്യാസുരന്മാരാക്കാനുള്ളൊരു നാടകം കളിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KC അതിനെ എതിർക്കുന്നു, ഇപ്പുറത്ത് VD അറിയില്ല എന്ന് പറയപ്പെടുന്നു, രമേശ് ചെന്നിത്തല ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. ഇതൊരു സർക്കാരാണ്. VD സതീശൻ അവർക്കത് അറിയില്ല എന്ന് പറയപ്പെടുന്നതിൽ കൃത്യമായൊരു നാടകമുണ്ട്. ഇതൊരു ടെസ്റ്റ് ഡോസ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു. ഇത് എത്രത്തോളം പ്രകമ്പനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്നും നോക്കുന്നു. ആ നോക്കിയതിന് ശേഷം ഘട്ടമായിട്ട് ഇതൊക്കെ നടപ്പിലാക്കുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക രീതിയാണ് കോൺഗ്രസ് സർക്കാർ അവലംബിക്കുന്നത് എന്നാണ് ഒരു ശരാശരി രാഷ്ട്രീയ ചിന്താഗതിയിലനുസരിച്ച് ആര് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ചർച്ച വന്നില്ല. ഇന്നത്തെ ചർച്ച നോക്കുമ്പോൾ ഉരുതിരിഞ്ഞ് വരില്ലേ? ഉരുതിരിഞ്ഞ് വരുന്നതിന് സമയത്ത് ക്യാബിനറ്റിലേക്ക് ഈ വിഷയം വരുമ്പോൾ ഒരു ചർച്ചയില്ല. 10,000 കോടി രൂപ കേരള സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ കൂടുന്ന രീതിയിലേക്കും ഇവിടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴും ഇന്നത്തെ വിഴിഞ്ഞത്തിൻ്റെ കപ്പാസിറ്റിയുടെ 3.65 മടങ്ങ് വ്യത്യാസം വരുന്ന ഒരു രീതിയിലേക്ക് ഭാവി കേരളത്തിലേക്ക് ഗുണകരമാകുന്ന ഒരു രീതി ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഡെവലപ്മെന്റിന് VD സതീശന്റെ ബഡ്ജറ്റിലടക്കം പറഞ്ഞ സമയത്ത് അതിന്റെ ചർച്ചയിലടക്കം പറയുന്ന സമയത്തും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം മാത്രമല്ല നമുക്ക് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത്, പുറമേയുള്ള ഇൻവെസ്റ്റ്മെന്റുകളടക്കം വിദേശ ഇൻവെസ്റ്റ്മെന്റുകളടക്കം നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. അതാണ് ഇവർ ലോക കേരള സഭ നടത്തിയത്. അതാണ് ഇടതുപക്ഷം ലോക കേരള സഭ എത്ര തവണ നടത്തി, ഒരു ഗുണമുണ്ടായില്ല എന്നുള്ളത് വേറെ കാര്യം. നമുക്ക് ജിമ്മ് അതിനു മുൻപ് നടത്തി. അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് വിചാരിച്ച പോലെ തൊഴിൽ മേഖല സാധ്യതകളോ മറ്റു കാര്യങ്ങളോ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഇവരെല്ലാ സർക്കാരുകളും പിന്തുടർന്നു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇടതുപക്ഷവും രാഷ്ട്രീയം ഇപ്പോൾ ഇടതുപക്ഷം പ്രതിപക്ഷത്തായതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ ആ മണലൂരിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ബഹുമാനായിട്ടുള്ള രവീന്ദ്രൻ മാഷ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് 2 ദിവസം മുൻപ് നിയമസഭയിൽ പറഞ്ഞ പോലെയുള്ള ഇതൊരു വിചിത്രമായിട്ടുള്ളൊരു സംഭവം കൊണ്ടുവരും. അതിലൊരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവാത്ത നിരവധി കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് പറയുന്നു. കുത്തക എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഇവരിങ്ങനെ കലക്കിക്കൊണ്ടിരിക്കും. ഇത് പറയാൻ മഞ്ജുഷ് നേരത്തെ ചോദിച്ച പോലെ CPM-ന് യാതൊരുവിധ അവകാശവുമില്ല. കാരണം അവർക്ക് പക്ഷേ അവരുടെ നിലപാട് പറയാം എന്നതേ ഉള്ളൂ. അത് മാത്രമല്ല അവർ ഇതിനകത്തൊരു അബദ്ധത്തിലും ഞങ്ങളുടെ വികസന നേട്ടം ആദ്യം ഞങ്ങളുടെ വികസന നേട്ടം എന്ന രീതിയിൽ ദീർഘവീക്ഷണമുള്ള നിലപാട് എന്തിനാണ് ഇക്കാര്യം തിരുത്തൽ വരുത്തിയത്? അല്ല രാജേഷ് ഒറ്റ ദിവസം കൊണ്ട് തിരുത്തൽ വരുത്തിയത് എന്തിനാണ്? എങ്ങനെ സമ്മതിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ CPM ഈ ദേശാഭിമാനി പത്രത്തിലെ വാർത്ത വെച്ചിട്ടല്ലോ കാര്യങ്ങൾ. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? അതാണ് നോക്കേണ്ടത്. പിന്നല്ലാതെ ദേശാഭിമാനിയെ മുഖവിലേക്ക് എടുക്കേണ്ടത്. തെറ്റ് വന്നു കഴിഞ്ഞാൽ ദേശാഭിമാനിയെ പ്രതിപക്ഷത്തെയാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. അതൊരു വാർത്ത എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് അതിന് പ്രസക്തിയില്ലപ്പാ. ദേശാഭിമാനി പറയുന്നത് വാർത്തയാണ്, അല്ല ഒരു ഫീച്ചറാണ്. അല്ല പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എടുക്കേണ്ടത്. എന്നിട്ട് പ്രതിപക്ഷത്തിന് നിന്നും പറയാൻ അർഹതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇതിങ്ങനെ നിങ്ങൾ നിരന്തരം വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുണ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അത് ശരിയാകാൻ നമ്മൾ അനുവദിക്കില്ല. ഞാൻ പറയുന്നത് അങ്ങ് അനുവദിക്കണ്ട, അങ്ങയുടെ അനുവാദം നുണയല്ലെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് പറയാം. പറഞ്ഞ കാര്യത്തിൽ വെറുതെ ഇരുന്നിട്ട് അത് അങ്ങനെയല്ല അല്ലെന്ന് പറയാം. നുണയല്ലെങ്കിൽ പറ. അങ്ങ് അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും. ആദ്യം ഒരു കാര്യം പറയുന്നത് ഞാൻ നിങ്ങളുടെ സമയം അപകരിക്കരുത്. ഇങ്ങനെ കേട്ടോ, ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് മാത്രമാണ്. സോറി. ഓക്കെ.
അങ്ങ് നോക്കൂ, അങ്ങയോട് എല്ലാവിധ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയണം. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഇതിന് ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശമില്ല എന്ന് പറയാൻ കാരണമുണ്ട് സർ. അങ്ങ് പറഞ്ഞ ദേശാഭിമാനിയുടെ വാർത്തയൊന്നും ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ വായിക്കാൻ പോകണമില്ല. കാരണം എന്താ വെച്ചാൽ അതൊന്നും നമുക്ക് സമയം നഷ്ടപ്പെടുത്തുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമായിട്ട് ഇങ്ങനെ എഴുതുക എന്നല്ലാതെ അതിന് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ അതിന് സമയം കണ്ടെത്താറില്ല എന്ന് മാത്രം. രണ്ടാമത്തെ കാര്യം, അങ്ങ് എന്തുകൊണ്ടാണ് ധാർമ്മികമായിട്ടില്ല? നമുക്ക് ഈ സംഭവത്തിൽ ഇവര് കരാറിൽ ഒപ്പിടുന്ന സമയത്ത് തന്നെ അദാനിക്ക് 49% അദാനിയുടെ കയ്യിലുള്ള ഈ കാര്യത്തെ വിൽക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം, അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ സെബിയുടെയും അടക്കമുള്ള നിരവധി ഏജൻസികളുടെ അനുമതിയോടുകൂടി ചെയ്യാമെന്നുള്ള കാര്യം ഇതിൽ എഴുതപ്പെട്ടത് 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന പിണറായി വിജയനെ അറിയില്ല എന്ന് അങ്ങ് പറഞ്ഞാൽ ഇന്ന് വി ഡി സതീശൻ അഭിനയിക്കുന്നതിന്റെ വലിയ അഭിനേതാവായിരിക്കും പിണറായി വിജയൻ എന്ന് ഞങ്ങൾക്ക് വാദിക്കേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഡെവലപ്മെന്റ്, ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം കേരളത്തിന് ഗുണമാണോ ദോഷമാണോ? എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? ഇത് കുത്തകവൽക്കരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇതിൽ കുത്തകവൽക്കരണമുണ്ടോ? എത്ര % കൈമാറുന്നത്? അത് നിങ്ങളുടെ സർക്കാർ, ഇനിയിപ്പോൾ നിലവിലുള്ള സർക്കാർ സമ്മതിച്ചു എന്ന് വിചാരിക്കുക, ആ സർക്കാരുകളും ഇതിനു വേണ്ട അനുമതികളും കിട്ടിയെന്ന് വിചാരിക്കുക, ആ ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി വന്നു എന്ന് വിചാരിക്കുക, സർക്കാരിന്റെ കയ്യിലുള്ള ഓഹരിയുടെ മൂല്യം ആ സമയത്ത് എത്രയാണ്? അത് ഗുണകരമാണോ അല്ലയോ? ഇതെല്ലാം ഗുണകരമാണെന്ന് നിങ്ങൾ തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങളാണല്ലോ ഇതിന്റെ നേട്ടം അവകാശപ്പെടുന്നത്. ആ കരാറിൽ ഒരു മാറ്റവും പിന്നീട് വരുത്തിയിട്ടില്ല. അതിന് മറുപടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. മറുപടി നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഇല്ല, എന്ത് മറുപടി? എനിക്കതിന്റെ മറുപടി അല്ല, എന്തായാലും അനുമതി കിട്ടിയേ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ വിദേശ നിക്ഷേപം വരുന്നതിനെ എങ്ങനെ LDF അതിനെ എതിർക്കാൻ പറ്റും? സർക്കാരിന്റെ അനുവാദമില്ലാതെ 25% അങ്ങനെ പറ്റില്ലെന്നേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നേ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ BJP ഉല്ലാസ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പോയേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത്. രാജേഷ്, അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചോട്ടെ. അങ്ങ് പറയുമ്പോൾ എല്ലാം സർക്കാരിന്റെ മുൻകൂർ അനുവാദമില്ലാതെ പിണറായി വിജയൻ ശേഷിയുള്ള യഥാർത്ഥത്തിൽ 16 ലക്ഷം. രാജേഷ്, ഒരു ചോദ്യം കൂടി, അതിന് കൂട്ടി മറുപടി പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് എല്ലാ അങ്ങയുടെ അറിവ് എനിക്ക് ലഭിക്കും. 16 ലക്ഷം TU രാജേഷ്, 16 ലക്ഷം TU ശേഷിയുള്ള വിഴിഞ്ഞം തുറമുഖം വികസനത്തിലൂടെ 3.5 മടങ്ങ് വർദ്ധിച്ച് 57 ലക്ഷം TU ശേഷിയിലേക്ക് ഉയർത്തും എന്നുള്ള കാര്യം കൂടിയും ഇത് ഗുണകരം തന്നെയല്ലേ? പിണറായി വിജയൻ സർക്കാരിന് ഇതിന്റെ എല്ലാ പ്ലസുകളും ഇതിന്റെ ഗുണങ്ങളും ഇത് ഭാവി കേരളത്തിൽ ഗുണകരമായ കാര്യമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. അല്ല അപ്പോൾ ഇപ്പം MSC പോലുള്ള, MSC എന്ന് പറയുന്ന വലിയ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കിയിട്ടുള്ള വലിയൊരു ഷിപ്പിംഗ് കമ്പനിയാണ്. ഈ കമ്പനി ഇവിടെ വരുന്നതോടുകൂടി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, MSC പോലുള്ള നിരവധി കമ്പനികൾ ഈ തുറമുഖത്തേക്ക് വരേണ്ടതാണ്. ഈ തുറമുഖം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ തുറമുഖത്തിന്റെ വിവിധ തരത്തിലുള്ള വികസനം ഇനിയും മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. അപ്പം ഈ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇവിടെ ചരക്ക് നീക്കങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്ത് രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒന്നായി ഇത് മാറണം. ഇപ്പം ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ഇങ്ങനൊരു വിഷയം പൊന്തി വന്നിരിക്കുന്നു. ഒരു പ്രത്യേക കമ്പനിക്ക് 49%, കിട്ടിയ ഓഹരിയുടെ 49% അദാനി ഗ്രൂപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഇത് സംശയാസ്പദമാണല്ലോ. സംശയാസ്പദമാകുന്നത് വെറുതെ പറയുന്നതല്ലോ. അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് നിങ്ങളൊക്കെ ഈ പത്രക്കാരടക്കമുള്ള ആളുകൾ പറഞ്ഞത് എന്താണ്? ഈ അദാനി ഗ്രൂപ്പിൻ്റെ സ്വകാര്യ ഫ്ലൈറ്റ് പ്രത്യേകം ചാർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം മംഗലാപുരത്ത് പോയി ആരെയൊക്കെയോ കാണുന്നു, ഡീൽ ഉറപ്പിക്കുന്നു, പലതരം ഡീലുകൾ. ഇത് നമ്മൾ മാത്രം പറയുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എന്താണ് ആ ഡീല്? കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി തന്നെ കൈവശം വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഡീലുകൾ എന്താണ്? ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന വലിയ കച്ചവടം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ? ഇതല്ലേ പ്രതിപക്ഷം കൃത്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്? അപ്പം ഇതിന് പ്രതിപക്ഷത്തിന് അല്ലാതെ പിന്നെ ആരാണിത് പറയേണ്ടത്? പറയൂ. വളരെ പ്രധാനപ്പെട്ട ശ്രീ റെജിന സുനിത്താൻ ഇക്കാര്യങ്ങൾ, അതായത് പ്രതിപക്ഷത്തിന്റെ ആശങ്ക എന്ന് പറയുന്നത് ഒറ്റ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടി, ഒരു കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് അതിനുള്ള മറുപടി. അതിൽ മംഗലാപുരത്തേക്കുള്ള വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ യാത്രയും മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് അതുകൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി വായിച്ചാണ് ഇത്തരത്തിലുള്ള ആക്ഷേപം വരുന്നത്. റെജിൻ,
നോക്കൂ, നമ്മുടെ രാജേഷ് മാഷ് വളരെ വിചിത്രമായ ആക്ഷേപമല്ല, ആക്ഷേപം മാത്രമല്ലല്ലോ, ഇത് നാളെ തെളിയും. ഈ വിഷയം തെളിഞ്ഞേ പറ്റൂ. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ പറ്റൂ. മുഖ്യമന്ത്രി ഒന്നും അറിയില്ലെന്ന് പറയൂ. മുഖ്യമന്ത്രി ഒന്നും അറിയില്ലെന്നാ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയില്ല. മുഖ്യമന്ത്രിയുടെ തുറമുഖ സെക്രട്ടറി ആരാ? ഞാൻ പറഞ്ഞില്ല, തുറമുഖ സെക്രട്ടറി അറിയാമോ? തുറമുഖ സെക്രട്ടറി അറിയാതെയാണ് ഈ കാര്യങ്ങൾ നടന്നത്. ഈ തുറമുഖ സെക്രട്ടറി ആരാ? ഞാൻ പറയുന്നതിന് ഉത്തരം പറയൂ നിങ്ങൾ. ആരാ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അല്ലേ? ഞാൻ പറയേണ്ട സമയത്ത് പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുന്നേ. ഇതിനകത്ത് രാജേഷ് മാഷ് പറയുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇതൊക്കെ പറയേണ്ട ആൾക്കാരല്ലേ, ഇതൊക്കെ ചെയ്യേണ്ട ആൾക്കാരല്ലേ എന്ന്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വന്നപ്പോഴും കമ്പ്യൂട്ടർ വന്നപ്പോഴും കൊയ്ത്തു മിഷൻ വന്നപ്പോഴും ഒക്കെ ഉള്ള നിലപാടുണ്ടല്ലോ, ആ നിലപാട് മാത്രം മാറ്റാതെ പോകുന്ന ഒരു പ്രതിപക്ഷമായിട്ട് ഈ പ്രതിപക്ഷത്തെ കണ്ടുപോവുക എന്നുള്ള നിലപാടിൽ ഇപ്പൊ അദ്ദേഹം നിൽക്കുക. ആ നിലപാടിൽ നിന്നും അദ്ദേഹം ഒരു പേടി പോലും പുറമോട്ട് പോകാൻ തയ്യാറല്ല. അതേ രീതിയിൽ എന്ത് തന്നെ വന്നാലും അതിനെ എതിർക്കുക എന്നുള്ള ലൈൻ സ്വീകരിച്ചു പോകുന്നതിന് ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോകുന്നത്. എന്ത് അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങളാണ് പറയുന്നത്? കരാറുണ്ട്. കരാർ എന്താണ്? ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു കമ്പനി വരുമ്പോൾ MNCയെ പോലെയുള്ള അന്താരാഷ്ട്ര നിലവാരത്തിൽ നിൽക്കുന്ന ഈ പറയുന്ന കപ്പൽ മേഖലകളിൽ ഏറ്റവും വലിയ കമ്പനിയായ ഒരു കമ്പനി കേരളത്തിലേക്ക് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ കേരള സർക്കാർ അനുമതി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതെല്ലാം നോക്കുവാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ച് ആ സമിതിയുമായി ബന്ധപ്പെട്ട് അതുമായി പരിശോധിച്ച ശേഷം മാത്രമാണ് അംഗീകാരം കൊടുക്കുന്നത് പറഞ്ഞതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പിന്നെ അദ്ദേഹം എന്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ തന്നെ നേതാവായ ക്യാപ്റ്റനായ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണല്ലോ നിയമസഭാ രേഖകളൊന്നും തിരുത്താൻ പറ്റുന്നതല്ലോ, നിയമസഭയിൽ ചോദിച്ചതിനുള്ള മറുപടി കിട്ടിയതല്ലേ? മറുപടി എന്താണ് പറഞ്ഞത്? ആ മറുപടി താങ്കളൊന്നും പരിശോധിച്ച് നോക്കുന്നേ. താങ്കൾ ഈ ആരോപണങ്ങൾ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മുൻ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി താങ്കൾ നോക്കിയാൽ പോരെ? താങ്കൾക്ക് കൺഫ്യൂഷൻ തീരുമല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ശേഷമേ ഒരു അന്താരാഷ്ട്ര കമ്പനിക്ക് അംഗീകരിക്കാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കോമൺ യൂസർ ഫെസിലിറ്റി നോക്കിയേ പറ്റത്തുള്ളൂ. അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് രാജേഷ് മാഷ്. എന്താണ് ഫെയർ ക്ലോസിനേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ക്ലോസിംഗ് ആണ്. ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് ഈ പറയുന്ന കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരം കൊടുക്കണോ വേണ്ടായോ എന്നുള്ളത് കേരള സർക്കാർ തീരുമാനിക്കുന്നത്. അത് നമ്മുടെ തന്നെ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുകയല്ലേ? അതിനകത്തല്ലേ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ 5/3 അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാർ അറിയാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ആ സർക്കാർ എന്ന് പറയുന്നത്, കേരളത്തിലെ സർക്കാർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മന്ത്രിസഭാ യോഗം കൂടി തീരുമാനിച്ച ശേഷം മാത്രമാണ് അങ്ങനെ തീരുമാനമെടുക്കുന്നത്. നിങ്ങൾ അതൊന്നും അംഗീകരിക്കാതെ ഏതാണ്ട് വലിയ സംവിധാനം ഇവിടെ നടന്നു, അങ്ങനെ എന്തോ ഒരു വലിയ കൊള്ള നടന്നു എന്നുള്ള രീതിയിലേക്ക് എന്തിനാ വ്യാഖ്യാനിച്ചു പോകുന്നത്? ആ ഒരു പിടിവാശി കളയുന്ന എല്ലാം വരുമ്പോൾ, എല്ലാ വികസന പ്രവർത്തനങ്ങളും വരുമ്പോൾ അതിനെയെല്ലാം എതിർക്കുന്നവരാവണം പ്രതിപക്ഷം, അതിനെയെല്ലാം എതിർക്കുന്നവരാവണം CPM എന്നുള്ളൊക്കെ ആ ഒരു പിടിവാശി കളഞ്ഞ് ഒരു വിശാല മനസ്സോടുകൂടി ചിന്തിച്ചാൽ കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് നേരത്തെ ശ്രീ ഉല്ലാസ് ബാബു ഇതിന്റെ രാഷ്ട്രീയം ഇവിടെ പറഞ്ഞിരുന്നു. ഇവിടെ KC വേണുഗോപാൽ ഒരു നിലപാട് പറയുന്നു, അദാനിക്കെതിരെ കടുത്ത നിലപാട് എടുക്കുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി ഈ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടാവും, പക്ഷേ അത് സൂപ്പർ ഗവൺമെന്റ് ആകാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വരേണ്ട എന്ന രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ VD സതീശൻ അത് സോഫ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു എന്നത് ഇത് BJP സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കും. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പോർട്ടുകളുടെ ഡെവലപ്മെൻറ്റിന് വലിയ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷൻ സമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു വലിയ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് ഇൻവെസ്റ്ററായ അദാനിയും ലോകത്തെ ഏറ്റവും വലിയ പോർട്ട് ഇൻവെസ്റ്റർ ഈ കാർഗോ ഷിപ്പിങ്ങിൻ്റെ ഒരു ഇൻവെസ്റ്ററായിട്ടുള്ള MSCയും ഒക്കെ അദ്ദേഹത്തിന് കൂട്ട് വേണം. ആ കൂട്ട് അദ്ദേഹം സ്ഥാപിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം, ഇവിടുത്തെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു 49% ഷെയർ അദാനിക്ക് കൊടുത്തതാണ്. അവരുടെ ഷെയറിൻ്റെ പിന്നെ പകുതിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആ 49% എന്ന് പറയുന്നത് മൊത്തം ഷെയറിൻ്റെ ഇപ്പം പിന്നെ ഞാൻ അറിഞ്ഞത് 37% എന്നാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നത് 27%. അപ്പോൾ സംസ്ഥാന സർക്കാരിനാണ് ഷെയർ കൂടുതൽ. ഇവിടെ കൊടുക്കുന്നത് ഒന്നുകിൽ 14% അല്ലെങ്കിൽ 19%, അപ്പോഴും 25% വരുന്നില്ല. ഇതിനകത്ത് കുറേ ആംബിക്വിറ്റി ഉണ്ട്. ആ ആംബിക്വിറ്റിയെ ചിലപ്പോൾ അദാനി യൂസ് ചെയ്യുകയോ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തു വന്നാലും ഇതിലെ വേറൊരു കാര്യം, ടെർമിനേഷൻ ക്ലോസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ പൊളിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പല
എക്സ്പേർട്ടുകളും പറഞ്ഞത് ഇതിൽ ടെർമിനേഷൻ ക്ലോസ് വെച്ച് ഇത് ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. 2080 വരെ ഈസി ആയിട്ട് അദാനിക്കിത് സുഗമമായിട്ട് കൊണ്ടുപോകത്തക്ക വിധത്തിൽ ആണ് ഈ ടെർമിനേഷൻ ക്ലോസ് വരെ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അത് സത്യമാണ്. അത് പല എക്സ്പേർട്ടുകളാണ്, ഞാനല്ല പറയുന്നത്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ പറഞ്ഞതാണ് ഈ ടെർമിനേഷൻ ക്ലോസിൽ യാതൊരു വിധത്തിൽ അദാനി പൂട്ടാൻ പറ്റില്ല, അദാനി എന്ത് ചെയ്താലും പൂട്ടാൻ പറ്റില്ല. അപ്പോൾ അദാനിക്ക് ആ ധൈര്യമുണ്ട്. പിന്നെ വി ഡി സതീശന് മറ്റൊരു ധൈര്യമുണ്ട്, ഇവരെ വളച്ചെടുത്ത് കൊണ്ടുവന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പല ഇൻവെസ്റ്റ്മെൻറ്റുകളും കൂടെ നടത്തി കേരളത്തിൽ അദ്ദേഹത്തിന് ചില താല്പര്യങ്ങളുണ്ട്. ഇപ്പം അദ്ദേഹം വന്നപ്പോൾ PM ശ്രീ ഒപ്പിട്ടപ്പോൾ 2000 കോടി രൂപ കേരളത്തിന് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പം ചുളുവിൽ ഇപ്പോൾ 13,000 കോടി, ഇവിടെ ഒരു ജിമ്മും നടത്താതെ 13,000 കോടി കേരളത്തിന് വന്നിരിക്കുകയാണ്. ഇനി ഇതുപോലെ പല ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിന് ആവശ്യമാണ്. അങ്ങനെ നടത്തിയാൽ മാത്രമേ അദ്ദേഹം പറയുന്ന ചില പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ ഖജനാവും പൂച്ചപറ്റി കിടക്കുന്ന ഖജനാവും വെച്ചിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിപ്പോൾ ധവളപത്രം വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ആ ധവളപത്രത്തിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പൊതുജന മധ്യത്തിലുണ്ട്. ആ ധവളപത്രത്തിലെ കാര്യങ്ങൾ അതെ അത് അല്ല, ഇപ്പം ഞാനിതിനകത്ത് പിന്നെ ധനകാര്യത്തിൽ ഞാൻ തർക്കിക്കാനൊന്നുമില്ല. കാരണം ധനകാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. DA കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ആശാവർക്കർമാർക്കുള്ള പിന്നെ ഓണറേറിയം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, വളരെ നിസ്സാരമായ പല കാര്യങ്ങളും സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് എൻ്റെ സഖാവേ രാജേഷേ. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നിട്ട് ഈ പാവങ്ങൾ കരച്ചിൽ നിർത്തിയില്ലല്ലോ. എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ല എന്ന് അവരുടെ പരാതികളുണ്ടല്ലേ? അവർ പ്രാഗിയിട്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ ഇത് പറയാതെ പോയാൽ എങ്ങനെയായിരുന്നു ഇത്രയും നാളും? അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ വന്നിട്ട് 30 ദിവസമേ ഉള്ളൂ, 125 ദിവസമായാലും. ഞാൻ കോൺഗ്രസിന്റെ വക്താവായോണ്ട് പറയല്ല, ഇപ്പൊ ഇവിടെ ന്യായം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല, അതുകൊണ്ട് ഞാൻ കോൺഗ്രസിന്റെ വക്താവായിട്ടല്ല പറയുന്നത്. ഞാൻ ഒറ്റ കാര്യം കൊണ്ടാണ് പറഞ്ഞത്, വി ഡി സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വന്നിട്ട് 30 ദിവസമേ ഉള്ളൂ, പക്ഷേ 125 മാസമായിട്ട് ഇതൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറയുകയാണ്. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോർട്ട് മിനിസ്റ്ററുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ വിസിലിൻ്റെ പിന്നെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ഇൻവോൾവ് ചെയ്ത ആളാണ്. അന്നത്തെ സെക്രട്ടറി, അന്നത്തെ പോർട്ട് ഡയറക്ടർ, ഇന്നത്തെ ജേക്കബ് തോമസ് ഒക്കെ അടക്കമുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് എനിക്ക് നല്ലപോലെ അറിയാം. അവരൊക്കെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നതിന് എത്രത്തോളം ശുഷ്കാന്തി കാണിച്ചിട്ടുണ്ടെന്നറിയാം. അത് കഴിഞ്ഞിട്ട് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഞാനന്ന് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ കാലഘട്ടത്തിലും ഇതിൻ്റെ നീക്കങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇതിനകത്ത് കേരളത്തിൻ്റെ ഇത് 70 വർഷമായിട്ട് പിന്നെ അവിടെ 1-നും 2-നും മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിച്ച് കിടന്നത് ഈ വിഴിഞ്ഞം തീരം അതൊരു പോർട്ടാക്കി എടുക്കുന്നതിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ വന്നിട്ടുണ്ടെന്ന് നോക്കണം. 70 വർഷമായിട്ട് അതങ്ങനെ കിടക്കുകയായിരുന്നു. അത് ആദ്യമായിട്ട് അച്യുതാനന്ദൻ സർക്കാരാണ് ഇവിടെ ഒരു കൺസോർഷ്യം. ഈ വിഷയം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ സാറിനോട് ഞാനൊരു ചോദ്യം ചോദിക്കോട്ടെ? ഒരു വിഷമമില്ല, ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ സാറിനോട്? തീർച്ചയായിട്ടും. ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അതായത് എനിക്കൊരു സംശയമുള്ളതാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, അല്ല പൊളിറ്റിക്കലായ കാര്യമല്ല. നമുക്ക് ഈ യഥാർത്ഥത്തിൽ കേരളത്തിന് ഈ പോർട്ട് കൊണ്ട് അദാനി ഗ്രൂപ്പ് ആണല്ലോ ഇതിന്റെ നിർമ്മാണ ചുമതലയും മറ്റു കാര്യം. ഇത് കേരള ഗവൺമെന്റിലേക്ക് നമുക്ക് ഈ ഒരു നേട്ടമായി ഈ തുറമുഖത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ നേട്ടം നമുക്ക് എന്നു മുതലാണ് നമുക്ക് ലഭിച്ചു തുടങ്ങുക? അല്ല, അത് 40% വരെ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വർഷം കൂടെ പോകണം. ഇപ്പം നമുക്ക് 1 രൂപ വെച്ചേ കിട്ടുള്ളൂ. അത് കുറച്ച് കഴിയുമ്പം വ്യത്യാസം വരും. ഇപ്പോൾ GSTയിൽ നമുക്ക് എന്തായാലും കുറച്ച് പൈസ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇത് വെറും തീരമായിട്ട് 1 രൂപ കിട്ടുള്ളൂ. അപ്പോൾ അത് മാറി വരുമല്ലോ. അത് അവസാനം 40% വരെ എത്തുന്ന വിധത്തിലാണ് ഈ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ 40% എത്തിക്കുന്നതിന്, അപ്പം 40% എത്തിക്കണം, ഇതിന്റെ വോളിയം കൂട്ടണ്ടേ? ഇപ്പം നമ്മൾ 10,000 കോടി ഒരാൾ കൊണ്ടുവന്നപ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി പിന്നെ നമുക്കിവിടെ ട്രാൻസാക്ഷൻ നടക്കും. അത്രയും അധികം GST ഇവിടെ വരും. ആ GST കേരള സർക്കാരിനും മുതൽക്കൂട്ടാകുകയാണ്, ഇന്ത്യ സർക്കാരിനും മുതൽക്കൂട്ടാകുകയാണ്. അതെല്ലാം അപ്പൊ ഇതെല്ലാവർക്കും ഗുണമാകുന്ന. പിന്നെ അതിന് പുറമെ തൊഴിൽ സാധ്യതകൾ എത്രയാണ് വരുന്നതെന്നേ. ഈ കണ്ടെയ്നർ ടെർമിനലിൽ ഇവിടെ വന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ആ തീരം വെറുതെ കിടക്കുകയായിരുന്നു. ഞാനിത് 2010
പിന്നെ ഈ പിന്നെ ആംസ്റ്റർഡാം പോർട്ടിൽ നിന്ന്, ഫ്രാങ്ക്ഫർട്ട് പോർട്ടിൽ നിന്ന്, ദുബായ് പോർട്ടിൽ നിന്ന്, അതുപോലെ തന്നെ സിംഗപ്പൂർ പോർട്ടിൽ നിന്നൊക്കെയുള്ള എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് മസ്കറ്റ് ഹോട്ടലിൽ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ നടത്തിയതാണ്. അന്ന് അവർ പറഞ്ഞു, അവരാണ് ആദ്യമായിട്ട് ഇത്, അതിലൊരാളാണ് എന്നോട് പറഞ്ഞത് ആദ്യമായിട്ട്, നിങ്ങളിത് അറേബ്യൻ നാടുകളിൽ ഈ എണ്ണ ഭൂമിക്കടിയിൽ കിടന്നിട്ട് അവർ കുറേ നാളിങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് വെള്ളം കുടിക്കാതെ അലഞ്ഞു നടന്നു. ഇപ്പോഴാണ് അവർ കണ്ടുപിടിച്ച് രക്ഷപ്പെട്ടത്. അതുപോലെ നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി. ഇത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടത്തെങ്കിലും ഇത് ചെയ്യേണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്രയോ നാൾ കഴിഞ്ഞിട്ട് 91 നമ്മൾ ഈ പരിപാടി, 93 തോന്നുന്നു ഇതാദ്യമായിട്ട് ഈ പരിപാടിക്ക് തുടക്കമിടുന്നത്. അന്നും ഇത് വിജയിച്ചൊന്നുമില്ല. പിന്നീട് ഇത് 2000-ന് ശേഷം ഈ എം വി രാഘവനാണ് പിന്നീട് വന്നപ്പോഴാണ് ഇതിനൊരു തുടക്കം അദ്ദേഹം ശരിക്കും ഇട്ടത്. ഈ വിസിൽ എന്ന് പറഞ്ഞ കമ്പനി തന്നെ അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. അതും കഴിഞ്ഞ് പിന്നെ അച്യുതാനന്ദൻ മിനിസ്ട്രിയുടെ പീരീഡിലാണ് ഇതിനൊരു തറക്കല്ലിടിയിൽ നടത്തിയത്. അതും കഴിഞ്ഞ് ഒന്നും നടക്കാതെ വെറും തീരമായിട്ട് കിടക്കുകയാണ്. അന്നും ലാൻഡ് ലോഡ് പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ അന്ന് മുദ്രാ പോർട്ട് മാത്രമാണ് ഇത്രയും പിന്നെ വിദേശികളെ വിളിച്ചു വരുത്തിയിട്ട് പോലും അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ട് വന്ന ഈ മുദ്രാ പോർട്ട് മാത്രമാണ്. പിന്നെ വന്നത് ഒരാളുണ്ട്, ചൈനീസ് പോർട്ട്. ആ ചൈനീസ് കമ്പനിയെ നമ്മുടെ തീരത്ത് അടുപ്പിക്കാൻ കൊള്ളുകയില്ല എന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അവിടുത്തെ പിന്നെ നാവിഗേഷൻ പിന്നെ നമ്മുടെ നേവിയുടെ പഠനത്തിൽ അവർ പറഞ്ഞതാണ് ഈ കമ്പനിയെ ഇവിടെ കൊണ്ടുവരാൻ കൊള്ളില്ലെന്ന്. അങ്ങനെ അത് നിഷേധിക്കുകയാണ് ഇത്. അതിനുശേഷം വന്നത് ഈ മുദ്രാ പോർട്ടാണ്. ആ പോർട്ടാണ് പിന്നീട് രണ്ടാമതും ഈ വിദേശ കമ്പനികളെ എല്ലാം നമ്മൾ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിട്ടും അവരാണ് പിന്നെ മുന്നോട്ട് വന്നത്. ഈ ഒരൊറ്റ കമ്പനിയാണ് മുന്നോട്ട് വന്നത്. വന്നയാളെ എങ്ങനെയെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്തതാണ്. ഇതിന്റെ ഗുണം കിട്ടിത്തുടങ്ങും. 40% എന്ന 16-ാം വർഷം മുതൽ കിട്ടിത്തുടങ്ങും വരുമാനമായിട്ട്. ശരി, നമ്മളിപ്പോ ആ വരുമാന കണക്കിലേക്ക് പോകേണ്ട. പക്ഷെ ഇവിടെ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. ഇതിന്റെ അകത്ത് നഷ്ടം വരുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആദ്യത്തെ 15 വർഷം അദാനിക്കായിരിക്കും ശ്രീ രാജേഷ്. ഏത് ഇൻവെസ്റ്റ്മെന്റ് വന്നാലും ഗവൺമെന്റിന് ലാഭം ഉണ്ടാവുള്ളൂ. ശ്രീ ഉല്ലാസ് ബാബു, കേരള സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അത് കൃത്യമായിട്ട് പറയണമല്ലോ. കാരണം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ എന്ത് തെറ്റാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട്? ശരി, രാജേഷിലേക്കല്ല, ശ്രീ ഉല്ലാസ് ബാബു, ഈ അറിയില്ലെന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ അറിയില്ലാത്തതുകൊണ്ടാണല്ലോ അറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ ഒരു പ്രസ് റിലീസിന്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. ശ്രീ ഉല്ലാസ് ബാബു, ഇത് സംസ്ഥാന സർക്കാർ നടത്തിയ എന്താണ് സംസ്ഥാന സർക്കാരിന് പറ്റിയിരിക്കുന്ന തെറ്റ്? അത് താങ്കൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല ഉല്ലാസ്. നോക്കൂ, നമ്മളതൊരു കാര്യം സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ തർക്കങ്ങൾക്കോ വഴക്കിനോ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ലേ എന്നുള്ള വഴക്കിനോ ഉള്ള ഒരു സ്ഥലം. ഇത് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്കും ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവരെയും കൂടി തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ നമുക്ക് ഈ ഇരിക്കുന്ന പാനലിസ്റ്റുകൾക്കുണ്ട്, ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ മഞ്ജുഷിനുണ്ട്. നമുക്കിതിൻ്റെ വിഷയം എന്താണ്? ഇതിൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ട് പറയാം. അതായത് ഈ വിഴിഞ്ഞം തുറമുഖം സംസ്ഥാന സർക്കാർ നേരിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധാരണ സർക്കാർ പോർട്ടല്ല. നമ്പർ 1, രാജേഷ് ഇത് മനസ്സിലാക്കണം. 2015 ഓഗസ്റ്റ് 17 കേരള സർക്കാർ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒപ്പുവെച്ച കൺസെഷൻ കരാർ പ്രകാരം ഈ പദ്ധതി PPP അതേപോലെ തന്നെ DBFOT മാതൃകയിലാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന്റെ പേരിൽ കേരള സർക്കാരിന്റെ അധികാര കേന്ദ്രം അഥവാ അതോറിറ്റി എന്ന നിലയിൽ ഗവൺമെന്റ് ഓഫ് കേരളയെ പ്രതിനിധീകരിച്ച് പോർട്സ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അതിൽ ഒപ്പുവെച്ചത്. അന്ന് അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് ആണ് നടത്തിപ്പുകാരൻ അഥവാ കൺസെഷനർ എന്ന് പറയപ്പെടുന്ന ആ കാര്യം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൺസെഷണൽ കരാറിലെ അന്ന് നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ 5(3) കൃത്യമായിട്ട് പറഞ്ഞെടുത്തിട്ടുണ്ട്, ഉടമസ്ഥാവകാശം മാറ്റം വരുത്താൻ മുൻകൂർ അനുമതി നിർബന്ധമാണ്. പ്രൊവൈഡഡ് 25% അധികമോ അല്ലെങ്കിൽ അതിൽ 25%ഓ അതിലധികമോ ഓഹരി കൈമാറ്റം ഉടമസ്ഥാവകാശ മാറ്റമായി കണക്കാക്കപ്പെടുമെന്നതിനാൽ ഈ 49% ഓഹരി ഇടപാട് സംസ്ഥാന സർക്കാരിന്റെ മുൻ അനുമതിയില്ലാതെ നടപ്പാക്കാൻ സാധിക്കില്ല. പക്ഷേ അപ്പത്തൊരു കാര്യമുണ്ട്, 49% എന്ന് പറയപ്പെടുന്നത് അദാനിയുടെ കയ്യിലിരിക്കുന്ന ഷെയറിന് 49% വരുമ്പോൾ അത് 25% കടക്കോ ഇല്ലേ എന്നുള്ളതോ അദാനിയുടെ ഷെയറിന് 25% ആണോ എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങൾ കൃത്യമാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കും. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, അതേപോലെ തന്നെ ഇതിൽ പൊതു കാര്യത്തിൽ സെബിയുടെ അനുമതി, RBIയുടെ അനുമതി, അതുപോലെ ഇത് സർക്കാരിനോ അല്ലെങ്കിൽ രാജ്യരക്ഷയ്ക്കോ സുരക്ഷയ്ക്കോ ദോഷകരമായിട്ടുള്ളൊരു കാര്യമുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ക്ലിയറൻസുകൾ നിർബന്ധമാണ്. ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കി നടക്കുമ്പോഴാണ് 13,000 കോടി രൂപയുടെ
ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടേക്ക് വരുന്ന സമയത്ത് ആ പോർട്ടിന്റെ വികസനം എന്ന് പറയപ്പെടുന്നത് ദ്രുതഗതിയിൽ നടക്കുമെന്നുള്ളതാണ് നമ്പർ 1. ആ ദ്രുതഗതിയിൽ ആ പോർട്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുമ്പോൾ അതിന്റെ മറ്റൊരു വലിയ ഓഹരി വിഹിതക്കാരായിട്ടുള്ള നമ്മുടെ സർക്കാർ, എന്റെയും രാജേഷിന്റെയും വേണുഗോപാൽജിയുടെയും കോൺഗ്രസിനെ പ്രതിനിധി അടക്കുന്ന സർക്കാർ, ആ സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന വിഹിതത്തിന്റെയും മൂല്യം ഇതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ ഉള്ള ഇവിടുത്തെ പദ്ധതി പ്രകാരം ഇപ്പൊ നിലവിൽ നടക്കുന്ന ട്രാൻസാക്ഷന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ നടക്കുന്നിടത്താണ് ദ്രുതഗതിയിൽ ഇതിന്റെ വികസനം സാധ്യമാകുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, കേരള തുറമുഖത്തിനകത്ത് ഇത് നടപ്പിലാക്കുന്ന സമയത്ത് ഇതിന്റെ എത്ര വർഷം എവിടെയാണ് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഇതിനുള്ള ഒരു കാഴ്ചപ്പാട് കുറവ്, അല്ലെങ്കിൽ ഇത് ചെയ്ത ജനങ്ങളോട് ചെയ്ത ദ്രോഹമെന്ന് രാജേഷിക്ക് പറയട്ടെ. അങ്ങയുടെ സർക്കാർ, അച്യുതാനന്ദൻ സർക്കാർ ആയിക്കോട്ടെ, 10 കൊല്ലം പിണറായി സർക്കാർ ആയിക്കോട്ടെ, അച്യുതാനന്ദന് മുമ്പുള്ള EMS സർക്കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നായനാർ സർക്കാർ ആയിക്കോട്ടെ, ഈ പോർട്ട് എന്ന് പറയപ്പെടുന്നത് അവിടെ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന പോർട്ടിനെ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ കാഴ്ചപ്പാടോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി കൺവെർട്ട് ചെയ്തുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് കേരള സമൂഹത്തിലെ വ്യക്തികൾക്ക് ജോലിയടക്കമുള്ള വരുമാന സ്രോതസ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ലഭിക്കുന്നതിൽ ദീർഘവീക്ഷണത്തോടുകൂടി പെരുമാറിയിട്ടില്ല നിങ്ങളുടെ സർക്കാരും. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരായിക്കോട്ടെ, ആന്റണി സർക്കാരായിക്കോട്ടെ, കരുണാകരൻ സർക്കാരായിക്കോട്ടെ, ഈ സർക്കാരുകളൊക്കെ ഇതിട്ട് ഇതിനകത്ത് തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അതിന്റെ വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കാണ് ഇതിനകത്ത് നഷ്ടമുണ്ടാക്കിയത്. നമ്മുടെ സംസ്ഥാനത്തിനാണ് ഇതിനകത്ത് നഷ്ടമുണ്ടാക്കിയത്. ആ കാര്യത്തിൽ നിന്ന് ഇടതുപക്ഷത്തിനോ വലതു രണ്ടാമത്തെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ 2017 സാർ, 17 എത്രയോ വർഷം മുൻപ് ആക്കേണ്ടതായിരുന്നു സാർ. നിങ്ങൾക്ക് കേരളത്തിലെ പ്രധാന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി ശ്രീ ഉല്ലാസ് ബാബു, ഞാനിപ്പോൾ താങ്കൾ സംസ്ഥാന സർക്കാരിനെ ശരിക്കും അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരി കൈമാറുന്നതിനെ താങ്കൾ സ്വാഗതം ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തെറ്റ് ചെയ്തു എന്ന്. രാജേഷ്, നിങ്ങൾ ഉല്ലാസ്, ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച എന്താണ്? ഈ കാര്യത്തിലേക്ക് വരൂ. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരി കൈമാറുന്നതിൽ, അദാനി കമ്പനി ഓഹരി കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്ത് വീഴ്ച പറ്റി എന്നുള്ള കാര്യം താങ്കൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. രാജേഷ് പറഞ്ഞ കാര്യം ഈ പറയുന്നത് പോലെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന കാര്യം പറയുന്നു എന്നാണ്. ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയുന്ന ഈ ഘട്ടത്തിലും ഓഹരി കൈമാറിയിട്ടില്ല ശ്രീ ഉല്ലാസ് ബാബു. അതാണ് താങ്കൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ. അതാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. അദാനി ഗ്രൂപ്പിന്റെ ഓഹരി അങ്ങനെ വെറുതെ കൈമാറാൻ പറ്റില്ല. ഇത് ഒരു ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഇവിടെ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്, ഗവൺമെന്റ് പാടില്ല. സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തി എന്നേ പറയാൻ പറ്റുകയുള്ളൂ. പറയുന്നതിലൊന്നും കുഴപ്പമില്ല. അല്ല, ഒരു കാര്യം പറയുന്നത് തീർക്കാൻ നിങ്ങൾ തയ്യാറാകണം. എന്താ കൂടുതൽ രാഷ്ട്രീയ ആരോപണത്തിലേക്ക് പോകുന്നില്ല. അത് പോകാത്തത് ഈ വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ സർക്കാർ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതിനുള്ള സമയം അതിനുള്ള സമയമുണ്ട്, പറയും. മഞ്ജുഷേ, കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി ഇന്ന് സമൂഹത്തോട് പറഞ്ഞു ഞാനിത് അറിഞ്ഞിട്ടില്ല. അത് പരിപൂർണമായിട്ടുള്ള തെറ്റാണ്. ഒരു സംശയവും വേണ്ട. അത് അരിയാഹാരം കഴിക്കുന്ന ശരാശരി മലയാളിക്ക് മനസ്സിലാകും. അതാണ് കൃത്യം. കേരളത്തിന് ഗുണകരമായിട്ടുള്ള ഒരു വികസന പദ്ധതിയാണ് എങ്കിൽ ആ പദ്ധതി നിയമപരമായിട്ടും അതുപോലെ തന്നെ യഥാവിധി എടുക്കേണ്ട അനുമതികൾ കൃത്യമായിട്ടുള്ള സർക്കാരുകളിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ ചർച്ച പൊതുസമൂഹത്തിനോട് അതിലൊന്നും മറച്ചു വെക്കാനില്ലാത്ത കാര്യമാണെങ്കിൽ അത് തുറന്നു പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. VD സതീശനും അത് തുറന്നു പറയാൻ ആഗ്രഹമുള്ള ആളെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പുറത്ത് KC വേണുഗോപാലും അപ്പൊ തന്നെ ഇപ്പുറത്ത് ചെന്നിത്തലയും ഉണ്ടല്ലോ. ഇപ്പൊ ശേഷാദ്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിയാസിനെ മുന്നിലിറക്കി നടത്തിയിട്ടുള്ള ടൂൾ ഫാക്ടിംഗ് കളിയുണ്ടല്ലോ. അതേപോലത്തെ ഇവരുടെ രാഷ്ട്രീയ ചക്കുളത്തിപ്പോരിന് മുമ്പിൽ കേരളത്തിന്റെ വികസനത്തെ ചരടുകെട്ടി ബന്ധിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അദാനിയെ പോലെയുള്ള ഒരു കമ്പനി അവരുടെ ഒരു വിഷയം അവർ പത്രക്കുറിപ്പിൽ പറയുന്ന സമയത്ത് അത് മുഖ്യമന്ത്രിയുമായിട്ടോ പോർട്ട് ഡയറക്ടറുമായിട്ടോ അല്ലെങ്കിൽ വേണ്ട ആളുകളുമായോ ഒരു തീരുമാനങ്ങളോ ചർച്ചകളോ അതിന്റെ മുന്നൊരുക്കങ്ങളോ ഇല്ലാതെ ആണ് പത്രക്കുറിപ്പ് ഇറക്കി
നടക്കുക എന്ന് മഞ്ജുഷിന് തോന്നുന്നുണ്ടോ? മഞ്ജുഷ് എന്ന് അതായത് പറഞ്ഞ ഉല്ലാസ് പൂർണ്ണമായിട്ടും അദാനി ഗ്രൂപ്പ് പറഞ്ഞതാണ് ശരി എന്ന് തന്നെ പറയുകയാണ് അല്ലെ? അദാനി ഗ്രൂപ്പ് പറഞ്ഞത് അദാനി ഗ്രൂപ്പ് പറയുന്നു എന്നല്ല, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടതായി ഉടപിടിക്കുന്ന നിലപാടല്ലേ പിന്നെ യൂണിയൻ ഗവൺമെന്റിനുള്ളത്. അല്ല, അദാനി ഗ്രൂപ്പിനോട് എതിരഭിപ്രായം ഇല്ലായിരുന്നു LDF സർക്കാരിന്. പരവതാനി വിരിച്ചതല്ലേ, പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ശ്രീ രാജേഷ്? കേരളത്തിന്റെ ഭാവിയുടെ വളർച്ചയിലേക്ക് കൈപ്പിടിച്ചുയർത്തുമായിട്ടുള്ള പദ്ധതികൾ കേരളത്തിനകത്ത് ഏത് സർക്കാർ കൊണ്ടുവന്നാലും ആ സർക്കാരിനെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ്. കേരളത്തിന്റെ ഗുണമായിട്ടുള്ള ഭാവി തലമുറയ്ക്ക് ആവശ്യമായ കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഒരു കാര്യം കൂടി പറയാം. ഇതിപ്പോ ഈ വൈകിയ വേളയിൽ ഈ സംവാദത്തിന്റെ വൈകിയ വേളയിൽ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങ് ട്രഷറിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വേണുഗോപാൽ സാർ ഒരു കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു സാർ. സിവിൽ സപ്ലൈസിന് എത്ര രൂപ കൊടുക്കാണ്ട് സാർ? സിവിൽ സപ്ലൈ കോർപ്പറേഷൻ നെല്ലിന്റെ സംഭരണ വില എത്ര നിങ്ങൾക്ക് കൊടുക്കാനുണ്ട് സാർ? ബാക്കി വെച്ചോ. പഞ്ചായത്തുകൾ 50% പദ്ധതി വിഹിതം കൊടുക്കാത്തത് ആരുടെ കുറ്റമാണ് സാർ? നിങ്ങൾ നോക്കും, മരുന്ന് മേടിച്ചതിന്റെ കീഴിൽ മെഡിക്കൽ കോർപ്പറേഷൻ കൊടുക്കാനുള്ള തുക ആര് കൊടുക്കും സാർ? ഇതൊക്കെ നിങ്ങൾ നിർത്തിപ്പോയതിന്റെ എന്തിന്റെ അടിസ്ഥാനത്തായിരുന്നു? പണം ഇല്ലാത്തതിന്റെ പേരിലല്ലേ? ഈ പദ്ധതികൾക്ക് ഇതിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ, അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ നിരവധി സർക്കാരുകൾ മുമ്പ് ഉണ്ടായിരുന്നത് ഈ സമൂഹത്തിന് അത് ഗുണകരമായി മാറുമായിരുന്നില്ലേ? വളർന്നു വരുന്ന തലമുറ, എനിക്കും രാജേഷിനും അടക്കമുള്ള സമൂഹത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഭാവിക്ക്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറയ്ക്കും രീതിയിൽ വളർത്തി ഒഴിവാക്കുന്ന ഒരു കാര്യങ്ങളെ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെ കൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളത് കൃത്യമല്ലേ? കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിച്ച ഒന്നാം പാർട്ടിയാണ് നിങ്ങൾ. ശരി, അതിലേക്ക് പോകണ്ട, ഇനി അതിലേക്ക് കൂടുതൽ പോകണ്ട. കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ശരി, ശ്രീ MS വേണുഗോപാൽ, ഇപ്പോൾ ഈ പറയുന്ന വിവാദങ്ങൾ കാരണം അനുമതി നൽകേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകേണ്ട എന്ന്, അതോ ഈ MSCക്ക് തന്നെ, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് തന്നെ ഇത്തരത്തിൽ ഓഹരി കൈമാറിക്കൊണ്ട് വിഴിഞ്ഞത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകും എന്നാണോ താങ്കളുടെ വിലയിരുത്തൽ? വിഴിഞ്ഞം പ്രവർത്തനക്ഷമമാകണം, കുറെ കൂടെ കാര്യക്ഷമമാകണമെന്നുണ്ടെങ്കിൽ MSCയെ പോലെ ലോകത്ത് 20% കാർഗോ മൂവ്മെൻറ്റിൻ്റെ ഒരു പിന്നെ ഏജൻസിയായി നിൽക്കുന്ന MSCയെ പോലുള്ള ഏജൻസികൾ ഇവിടെ വരണം. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിന് ഗുണമായി വരും, ഇന്ത്യക്കും ഗുണമായി വരും. ഇത് അദാനി ഇതൊന്നും അറിയാതെ ചെയ്ത കാര്യമല്ല. അദാനിക്ക് ഈ എഗ്രിമെൻറ്റിലൊക്കെ കറക്റ്റായിട്ട് അറിയാം. 2024 ഡിസംബർ മുതൽ ഒരു വർഷം കഴിഞ്ഞാൽ ഇത് ഓഹരി ട്രാൻസ്ഫർ ചെയ്യാമെന്നറിയാം. അപ്പോൾ 2025 ഡിസംബർ മുതൽ അദ്ദേഹം ഇതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അന്നേ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയായിരുന്നു. MSCയൊക്കെ ആയിട്ട് എത്രയോ വർഷം മുമ്പേ, എത്രയോ നാളുകൾക്ക് മുമ്പേ അദ്ദേഹം ചർച്ചകൾ നടത്തി വെച്ച് കാണും. കാരണം 2025 ഡിസംബർ ആകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ഓഹരി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് അത് ആര് വന്നാലും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അന്നേ പ്ലാൻ ചെയ്ത് MSC എടുത്ത് ഇന്ന് രാവിലെ, അതായത് ജാനുവരിയിൽ ജൂണിലൊന്നും പോയി പെട്ടെന്ന് MSC ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ നോക്കില്ല. ആ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഒരു ദീർഘകാല ചർച്ചയും ഒക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ ഭംഗിയായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്ത്, ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഇത് അദാനി ഓപ്പറേറ്റ് ചെയ്യും. അദാനിക്ക് ഈ എഗ്രിമെന്റിനകത്തുള്ള ക്ലോസുകളിലൊക്കെ വളരെ അദ്ദേഹത്തിന് അനുകൂലമായ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. അത് ഭംഗിയായിട്ട് കൊണ്ടുപോകും. ഈ ഗവൺമെന്റ് ആയാലും വേറൊരു ഗവൺമെന്റ് ആയാലും ഈ ക്ലോസുകൾ വെച്ചിട്ട് അദാനി ഉദ്ദേശിക്കുന്ന കാര്യം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടെർമിനേഷൻ ക്ലോസ്. ഇനി രാജേഷ് ജി അത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കണേ. ആ ടെർമിനേഷൻ ക്ലോസുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദാനി ഇതിനകത്ത് ആർക്കും പൂട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ കുറേ തർക്കങ്ങൾ നടത്തുക, പിന്നെ അവസാനം കോംപ്രമൈസിലെത്തുക, എന്നിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി കിട്ടിയാലേ സെൻട്രൽ ഗവൺമെന്റ് ഇതിന് അനുമതി കൊടുക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അവസാനം അനുമതി കൊടുക്കും. അത് കൊടുക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റും അനുമതി കൊടുക്കും. അതാണ് സംഭവിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വിഴിഞ്ഞത്തെ അദാനിയുടെ ഓഹരി കൈമാറ്റം മുഖ്യമന്ത്രി അറിയാതെയോ? മുഖ്യമന്ത്രി അറിയാതെ എന്ന് 72% പ്രേക്ഷകർ, അല്ല എന്ന് 23%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി.